ഇവന്റെയൊക്കെ പേര് കേസെടുക്കണം, ക്രിമിനൽ കേസ്. ഈ ചതിക്കുഴി ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് ഇത് ആളുകൾക്ക് ഇതിന് മുന്നറിയിപ്പ് കൊടുക്കാതെ ആ ജീവൻ പൊലിച്ചതിന് യവന്മാർ ഉത്തരവാദികളാണ്. അത് വേണം, അവരെ പേര് ക്രിമിനൽ കേസാണ് എടുക്കേണ്ടത്. PWD നോക്കുകുത്തിയായി മാറുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിൽ വിശേഷിപ്പിക്കേണ്ടി വരും. ഇത് എത്രത്തോളം നമ്മൾ ആഴത്തോടുകൂടി സ്പർശിക്കേണ്ടതാണ് ശ്രീ കെമാൽ പാഷ? ഞാൻ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ ഒരു സംഭവമാണ്. 27 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ജീവിതനാണ് നഷ്ടപ്പെട്ടത്. അറിയാതെ റോഡിൽ ഒരു ചതിക്കുഴി ഉണ്ടാക്കി വെച്ചേക്കാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത് റോഡിന്റെ അങ്ങ് സൈഡിൽ നിന്ന് ദൂരെയൊന്നും മാറിയല്ല, റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കുഴി. അവിടെ ഒരു വളവുമാണ്. എന്നാൽ അവിടെ ആ കുഴി ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് അപകടാവസ്ഥയിലാണ്, ഇതിൽ മാറണം എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് ഒന്നുമില്ല. അത് ഗുരുതരമായ അനാസ്ഥയാണ്. ഇത് മാത്രമല്ല, അത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ അതിന്റെ മുമ്പിലുള്ള ഒരു കടക്കാരനുണ്ട്. അവിടുന്ന് ഒരു സൈഡ് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ കുഴിയുടെ നേരെ എതിർവശത്ത് ഒരു കടയുണ്ട്. അയാള് ആ കടയിലെ കടവുടമസ്ഥൻ പറയുന്നത് കേട്ടു. അയാൾ ഇത് നന്നാക്കാം, ഇത് സ്ലാബ് ഇട്ട് മൂടാനുള്ള പെർമിഷൻ ചോദിച്ചു. അയാൾ എങ്ങനെയോ ആട്ടെ അത് അടച്ചിരുന്നെങ്കിൽ ഈ ജീവൻ പൊലിയത്തില്ലല്ലോ. അത് അടയ്ക്കാൻ നേരത്ത് അവന്മാരുടെ കൈക്കൂലി ഉൾപ്പെടെയുള്ള കാശിട്ട് ഒരു സാധനം എഴുതി കൊടുക്കും, അതനുസരിച്ച് ചെയ്തോണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവനൊക്കെ കാശ് വേണം. അതാണ് സംഭവം. ഇത്രത്തോളം അഴിമതി നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഇല്ല. ഇവന്റെയൊക്കെ പേര് കേസെടുക്കണം, ക്രിമിനൽ കേസ്. ഈ ചതിക്കുഴി ഉണ്ടാക്കി വെച്ചേക്കുന്നതിന് ഇത് ആളുകൾക്ക് ഇതിന് മുന്നറിയിപ്പ് കൊടുക്കാതെ ആ ജീവൻ പൊലിച്ചതിന് യവന്മാർ ഉത്തരവാദികളാണ്. അത് വേണം, അവരെ പേര് ക്രിമിനൽ കേസാണ് എടുക്കേണ്ടത്. മാത്രമല്ല, ആ കടക്കാരൻ അയാൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കത്തില്ല. പാല് ചോദിക്കുള്ളൂ. ഇവിടെ തുറന്നിടും. എന്നിട്ട് തോന്നിയ അവർക്ക് പൈസ അടിക്കണം. ഓരോരുത്തന്മാർക്ക് ഈ വർക്ക് അലോട്ട് ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം കാശ് കിട്ടും. അപ്പൊ ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വർക്ക് അലോട്ട് ചെയ്ത് വല്ലവന്റെ ഇന്നും പൈസ അടിക്കാൻ പറ്റത്തില്ല. അതാണ് കാര്യം. ഈ തോന്നിവാസം കാണിക്കുന്നതിനെതിരെ നടപടി വേണം. ഇത് വലിയ വലിയ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. മാത്രമല്ല, യവന്മാരുടെ പേര് ക്രിമിനൽ കേസ് എടുക്കണം. അത് തന്നെ ചെയ്യേണ്ടത്.